നിങ്ങളുടെ മനസ്സിൽ വിദേശത്ത് പോയി പഠിക്കാനുള്ള ആഗ്രഹമുണ്ടോ? നിങ്ങൾ അതേക്കുറിച്ച് സ്വപ്നം കാണാറുണ്ടോ? പക്ഷേ അതിനുള്ള ചിലവിനെ കുറിച്ച് അല്ലേ നിങ്ങളുടെ പേടി? ഇനി ആ പേടി വേണ്ട. കാരണം ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് വിദേശത്ത് പോയി പഠിക്കാനുള്ള എഡ്യൂക്കേഷണൽ ലോണിനെ പറ്റിയാണ്. വിദേശത്ത് പോയി പഠിക്കുക എന്നുള്ളത് ഒരു അത്ഭുതകരമായ എക്സ്പീരിയൻസ് തന്നെയാണ്, അല്ലേ? പക്ഷേ അത് അത്ര ചിലവ് കുറഞ്ഞ കാര്യമൊന്നുമല്ല. അവിടെയാണ് എഡ്യൂക്കേഷണൽ ലോൺ നമ്മളെ സഹായിക്കുന്നത്. അവിടെ പോയി പഠിക്കാനും ജീവിക്കാനുമുള്ള എല്ലാ ചെലവുകളും എഡ്യൂക്കേഷണൽ ലോൺ കവർ ചെയ്യുന്നു. ഞങ്ങളുടെ ലേറ്റസ്റ്റ് വീഡിയോസ് മിസ് ചെയ്യാതിരിക്കാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. എഡ്യൂക്കേഷണൽ ലോൺ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വായ്പ ഏതൊക്കെ തരത്തിലാണ് ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. എഡ്യൂക്കേഷണൽ ലോൺ രണ്ട് രീതിയിലാണ് നൽകുന്നത്. ഒന്ന് സെക്യൂർഡ് ലോൺ, പിന്നെ അൺസെക്യൂർഡ് ലോൺ. സെക്യൂർഡ് ലോൺ എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷണൽ ലോൺസിന് നമ്മൾ ബാങ്കിന് സെക്യൂരിറ്റി നൽകണം. വീടോ പത്രമോ ഈട് നൽകണം. ഇത്തരത്തിലുള്ള ലോൺസിന് പലിശ കുറവാണ്. അൺസെക്യൂർഡ് ലോൺസിൽ നമ്മൾ സെക്യൂരിറ്റി ആയിട്ട് ഒന്നും തന്നെ നൽകണമെന്നില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ലോൺസിന് പലിശ കുറച്ച് കൂടുതലാണ്. ഇനി എഡ്യൂക്കേഷണൽ ലോൺ ലഭിക്കാൻ എന്തൊക്കെ യോഗ്യതാ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ടെന്ന് നോക്കാം. ആദ്യം തന്നെ അപേക്ഷകൻ ഒരു ഇന്ത്യൻ പൗരൻ ആയിരിക്കണം. രണ്ടാമത് അദ്ദേഹത്തെ ഒരു വിദേശ അംഗീകൃത സർവകലാശാലയോ കോളേജ് സ്റ്റുഡന്റോ ആയി സ്വീകരിച്ചിരിക്കണം. മൂന്നാമതും അവസാനതുമായ ക്രൈറ്റീരിയ മിക്ക കേസുകളിലും ഒരു കോ ബോറോവർ ഉണ്ടായിരിക്കണം. അത് അപേക്ഷകന്റെ മാതാപിതാക്കളോ ഭാര്യ ഭർത്താവോ അല്ലെങ്കിൽ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു അംഗമോ ആകാം. കോ ബോറോവറിന് നല്ല സ്ഥിര വരുമാനവും നല്ല ക്രെഡിറ്റ് സ്കോറും ഉണ്ടായിരിക്കേണ്ടതാണ്. അത് മാത്രമല്ല എഡ്യൂക്കേഷണൽ ലോൺസ് ടാക്സ് ബെനിഫിറ്റ് ഓഫർ ചെയ്യുന്നു. എങ്ങനെയാണെന്നോ, ഇൻകം ടാക്സ് ആക്ട് ഓഫ് ഇന്ത്യ സെക്ഷൻ 80E താഴെ ടാക്സ് ഡിഡക്ഷൻസും കിട്ടും. ഇതിലൊക്കെ വലിയ കാര്യം എന്താണെന്ന് അറിയുമോ? എഡ്യൂക്കേഷണൽ ലോൺ നിങ്ങൾക്ക് നല്ല ക്രെഡിറ്റ് സ്കോർ ബിൽഡ് ചെയ്യാൻ സഹായിക്കും. ഇതിനൊക്കെ പുറമെ 2020 ഫൈനാൻസ് ആക്ട് സെക്ഷൻ 206C 1G അണ്ടർ ഇൻകം ടാക്സ് ആക്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് പ്രകാരം 7 ലക്ഷത്തിന് മുകളിലുള്ള എല്ലാ ഫോറിൻ റെമിറ്റൻസും ഓരോ വർഷവും 5% ടാക്സ് കളക്ടഡ് അറ്റ് സോഴ്സ് അല്ലെങ്കിൽ TCS ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എഡ്യൂക്കേഷൻ ലോൺ വഴിയുള്ള പഠന ചെലവിന് റെമ്യൂട്ടൻസസ് വെറും 0.5% മാത്രമാണ് TCS അപ്ലൈ ആവുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഒരു വിദ്യാർത്ഥി എഡ്യൂക്കേഷൻ ലോൺ അല്ലാതെ മറ്റെന്തെങ്കിലും മാർഗത്തിലൂടെ ഫണ്ട്സ് അറേഞ്ച് ചെയ്താൽ 7 ലക്ഷത്തിലധികം വരുന്ന എമൗണ്ടിന് 5% ടാക്സ് ഡിഡക്ട് ചെയ്യപ്പെടുന്നു. അപ്പൊ പിന്നെ എഡ്യൂക്കേഷൻ ലോൺ തന്നെയല്ലേ ചിലവ് കുറഞ്ഞ മാർഗം? ഇപ്പോ ഉദാഹരണത്തിന് ഒരു വർഷം ഒരു വിദ്യാർത്ഥി 20 ലക്ഷം ചിലവാക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷണൽ ലോൺ എടുക്കാത്ത അവസ്ഥയിൽ 5% ടാക്സ് ആപ്ലിക്കബിൾ ആണ്. ഇത് പുതിയ റൂൾസ് പ്രകാരം എന്ന് വെച്ചാൽ ടാക്സ് മാത്രം 65,000 രൂപ ഗവൺമെന്റിന് പേ ചെയ്യണം. ഇനി എഡ്യൂക്കേഷണൽ ലോൺ വഴിയാണ് അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ ടാക്സ് വെറും 0.5% മാത്രമേ ആപ്ലിക്കബിൾ ആകുന്നുള്ളൂ. അപ്പോൾ 13 ലക്ഷത്തിന് വെറും 6,500 രൂപ. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഒരു ലോൺ ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ലോൺ ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യേണ്ടി വരും. ഈ ലോൺ അപ്ലൈ ചെയ്യുന്ന പ്രോസസ് ലോൺ തരുന്ന ലെൻഡറിനെ അനുസരിച്ച് വ്യത്യാസപ്പെടും. നിങ്ങളുടെ വരുമാനം, ക്രെഡിറ്റ് സ്കോർ, പിന്നെ പേഴ്സണൽ ഫൈനാൻഷ്യൽ വിവരങ്ങളും ഇതിൽ നൽകേണ്ടി വരും. പിന്നെ ടാക്സ് റിട്ടേൺസ് അല്ലെങ്കിൽ വിദേശത്ത് പഠിക്കുന്ന പ്രോഗ്രാമിൽ എൻറോൾ ചെയ്തതിന്റെ തെളിവ് പോലെയുള്ള ആവശ്യമായ എന്തെങ്കിലും ഡോക്യുമെന്റേഷൻ നൽകാൻ തയ്യാറായിരിക്കണം. ഒരു എഡ്യൂക്കേഷണൽ ലോൺ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളെ സഹായിക്കുന്ന ഒരു ക്വിക്ക് ചെക്ക് ലിസ്റ്റ് ഇവിടെ. നിങ്ങൾക്ക് താല്പര്യമുള്ള യൂണിവേഴ്സിറ്റിയെ പറ്റി നല്ലവണ്ണം റിസർച്ച് ചെയ്യണം. അവിടുത്തെ ശരാശരി ചെലവുകൾ കണക്കാക്കണം. എഡ്യൂക്കേഷണൽ ലോണിന് ഉള്ള സാധ്യതാ മാനദണ്ഡം അല്ലെങ്കിൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയ പരിശോധിക്കുക. ശരിയായ ലെൻഡർ തിരഞ്ഞെടുക്കുക. ഇൻട്രസ്റ്റ് ഓപ്ഷൻസും എല്ലാം കമ്പയർ ചെയ്യുക. അഡ്മിഷൻ ലെറ്റർ, പാസ്പോർട്ട്, ഇൻകം പ്രൂഫ് ഒക്കെ കയ്യിൽ റെഡി ആയിരിക്കണം. ഇപ്പോൾ എഡ്യൂക്കേഷണൽ ലോണിനെ പറ്റി നല്ലൊരു ധാരണ കിട്ടി കാണും, അല്ലേ? എന്നാൽ പിന്നെ എങ്ങനെയാണ് ഏറ്റവും നല്ല എഡ്യൂക്കേഷണൽ ലോൺ തിരഞ്ഞെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും നല്ല എഡ്യൂക്കേഷണൽ ലോണിന്റെ ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ ആദ്യം മാർക്കറ്റിൽ ലഭ്യമായ വിവിധ ഓപ്ഷനുകളുടെ പ്രധാന വിവരങ്ങൾ ശ്രദ്ധാപൂർവം അനലൈസ് ചെയ്യുക. ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ പലിശ നിരക്ക്. വെറും 1% ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയാൽ പോലും അതിന് ഒരു ഗണ്യമായ സാമ്പത്തിക പ്രഭാവം ഉണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ 30 ലക്ഷം രൂപയുടെ ലോൺ എടുത്തിട്ട് പഠിച്ചു കഴിഞ്ഞ് 5 വർഷത്തിൽ തിരിച്ചടയ്ക്കുകയാണെങ്കിൽ 2 വർഷം കോഴ്സിന്റെ കാലാവധി എന്നേ വെച്ചോളൂ. 10% ഇൻട്രസ്റ്റിന് നിങ്ങൾ
9.7 പലിശ തിരിച്ചടച്ചാൽ മതി. പക്ഷേ ഇൻട്രസ്റ്റ് റേറ്റ് 11% ആണെങ്കിൽ പലിശ 10.9 ലക്ഷം രൂപ എന്ന് വെച്ചാൽ 1%ത്തിന് 1.2 ലക്ഷം. അത്ര വലിയ വ്യത്യാസമാണ് വരുന്നത്. അതുകൊണ്ട് ഏത് ലെൻഡറാണ് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് തരുന്നത് അതാണ് ബെസ്റ്റ് ഓപ്ഷൻ. മൊറട്ടോറിയം പീരീഡ്, ഇതിനെ നമ്മൾ ഹോളിഡേ എന്നും പറയും. എന്ന് വെച്ചാൽ ലോൺ വാങ്ങുന്ന ബോറോവർ തിരിച്ചടയ്ക്കുന്നതിൽ നിങ്ങൾ ഒഴിവാക്കപ്പെടുന്ന ഒരു നിശ്ചിത കാലയളവാണിത്. ഇങ്ങനെ മൊറട്ടോറിയം കാലയളവുള്ള ലോൺ ഒരു വലിയ പ്ലസ് തന്നെയാണ്. കാരണം വിദേശത്ത് പഠിക്കുന്നതിന് റീപേയ്മെന്റിനെ കുറിച്ച് വിഷമിക്കേണ്ടതില്ല. ഹിഡൻ ഫീസ്, മൂന്നാമതായി ധാരാളം ഹിഡൻ ഫീസ് ഉണ്ട്. നിങ്ങളുടെ ലെൻഡർ നിങ്ങളിൽ നിന്ന് ഈടാക്കുന്ന ഫോറക്സ് ചാർജസ്, പ്രോസസിംഗ് ഫീ എന്നിവ പോലുള്ള നിരവധി മറിഞ്ഞിരിക്കുന്ന ഫീസുകൾ ഉണ്ട്. ഇവ ശേഖരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഗണ്യമായ തുക ചിലവാകും. നമ്മൾ പരിഗണിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം വ്യത്യസ്ത കറൻസികളിലെ പലിശ നിരക്കാണ്. പലപ്പോഴും വിദ്യാർത്ഥികൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു പ്രതിസന്ധി എന്തെന്ന് വെച്ചാൽ $ൽ കുറവ് പലിശ നിരക്ക് വരുന്ന എഡ്യൂക്കേഷണൽ ലോൺ എടുക്കണോ, അല്ലെങ്കിൽ കൂടുതൽ പലിശ നിരക്കിൽ തത്തുല്യമായ എമൗണ്ടിൽ ഇന്ത്യൻ റുപ്പിയിൽ എഡ്യൂക്കേഷണൽ ലോൺ എടുക്കണോ എന്നതാണ്. ശരിയായ വിദേശ എഡ്യൂക്കേഷണൽ ലോൺ തിരഞ്ഞെടുക്കുന്നതിലൂടെ 5 മുതൽ 6% വരെ ചിലവ് കുറയ്ക്കാം. ഇപ്പൊ മനസ്സിലായ മക്കളെ, ശരിയായ എഡ്യൂക്കേഷണൽ ലോൺ എടുത്താൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ച് ആകുലപ്പെടാതെ എബ്രോഡ് പോയി പഠിക്കാനുള്ള എക്സൈറ്റിംഗ് യാത്ര ആരംഭിക്കാം. നിങ്ങളും ഒരു വിദേശ എഡ്യൂക്കേഷൻ ആണ് തേടുന്നതെങ്കിൽ ഇന്ന് തന്നെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. GyanDhanൽ ഞങ്ങൾ ഇത്തരത്തിലുള്ള സ്റ്റുഡൻസിന് ഫ്രീ എൻഡ് ടു എൻഡ് കൗൺസിലിംഗ് നൽകുന്നതായിരിക്കും. ലോൺ പ്രോസസിംഗ്, എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ഇൻട്രസ്റ്റ് റേറ്റ്, ലോണുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു ചോദ്യങ്ങൾ എന്നിവ മനസ്സിലാക്കാൻ ഞങ്ങളുടെ ലോൺ കൗൺസിലർമാരുടെ ടീം സ്റ്റുഡൻസിനെ സഹായിക്കുന്നു. കൂടാതെ ഞങ്ങളുടെ സേവനം തികച്ചും സൗജന്യമാണ്. ഞങ്ങളുടെ ഇടപാടുകൾ തികച്ചും സുതാര്യവുമാണ്. ഞങ്ങൾ സ്റ്റുഡൻസിൽ നിന്ന് ഹിഡൻ ഫീസ് ചാർജസ് ഈടാക്കാറില്ല. GyanDhanൽ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന തീയതി വരെ ഇതിനധികം 15,000-ലധികം വിദ്യാർത്ഥികളെ സഹായിക്കുകയും 5,000 കോടിയിലധികം വിതരണം ചെയ്യുകയും ചെയ്തു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.